നമസ്കാരം. നമ്മുടെ ഈ നാടുകളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ ഒരു കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അധ്യക്ഷൻ, സ്വാഗത പ്രാസംഗികൻ, ഉദ്ഘാടകൻ, ചിലയിടത്ത് മുഖ്യപ്രഭാഷകൻ, ആശംസാ പ്രാസംഗികർ, പ്രതിജ്ഞ പറയുന്നവർ എന്നൊക്കെ. അതിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അധ്യക്ഷനെ ഒരു പോസ്റ്റിൽ അധ്യക്ഷനായിട്ട് ഇരുത്തിയിട്ട് ഒരു അവതാരകൻ വന്നിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. ചെറുതും വലുതുമായ എല്ലാ പരിപാടികൾക്കും ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അവതാരകന് അയാളുടെ അറിവനുസരിച്ച് അല്ലെ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അധ്യക്ഷനെ പറ്റിയുള്ള അയാളുടെ അപദാനങ്ങൾ, അത് കഴിഞ്ഞ് ഉദ്ഘാടകനെ പറ്റിയുള്ള അപദാനങ്ങൾ, ഇവയൊക്കെ വിവരിച്ച് തൻ്റെ അറിവും തൻ്റെ സ്ഫുടമാർന്ന ശബ്ദവും അക്ഷരശുദ്ധിയും ഒക്കെ പൊതുജനത്തിന് മുമ്പിൽ പറയാൻ അവസരവും, ചിലപ്പോൾ അത് ഹാസ്യാത്മകമായ രീതിയിൽ പൊതുജനത്തെ പിടിച്ചിരുത്താൻ വേണ്ടിയും സംസാരിക്കാം. സത്യത്തിൽ ഈ രാഷ്ട്രീയ യോഗങ്ങളല്ലാത്ത യോഗങ്ങളിലൊന്നും ആൾക്കാർ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുകയാണ് ഓരോ ദിവസത്തേക്കാർ. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വരുന്നത്. അതുകൊണ്ടാണല്ലോ ചടങ്ങുകൾക്ക് വരാത്തവർക്ക് കൂലി കൊടുക്കത്തില്ലെന്നും നിങ്ങളെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും ശമ്പളം കൊടുക്കത്തില്ലെന്നൊക്കെ ഭീഷണിപ്പെടുത്താനുള്ള കാരണം അത് തന്നെയാണ്. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അത്തരം ഒരു ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നടന്നു. പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ടൗൺ സ്ക്വയറിൻ്റെ ഉദ്ഘാടനമായിരുന്നു നടന്നത്. രണ്ട് വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു. ഒന്ന് ഈ ജില്ലക്കാരി കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രി, മറ്റൊന്ന് കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ ഷംസീറും. അതിന് ഉദ്ഘാടനത്തിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഓരോ കാര്യങ്ങൾ നടന്നു വരുന്ന വഴിക്ക് അടുത്തത് ഉദ്ഘാടനമാണ്, അത് നടത്തുന്ന ആള് നമ്മുടെ ബഹുമാന്യനായ സ്പീക്കറാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ ഒത്തിരി ഈ പറയുന്ന അവതാരകൻ എന്ന് പറയുന്ന ആളിനെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പുറത്ത് പത്തനംതിട്ട തന്നെയുള്ള സ്കൂളിലെ അധ്യാപകനായ ബിനു കെ സാമിനെയായിരുന്നു വിളിച്ചിരുന്നത്. എന്തുകൊണ്ടോ ഈ ബിനു കെ സാമിൻ്റെ രാഷ്ട്രീയം ഇദ്ദേഹത്തിന് എതിർചേരിയുള്ള രാഷ്ട്രീയമായിരുന്നു. സക്കീർ ഹുസൈൻ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും നോക്കുന്ന ആളല്ല, നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. ദീർഘകാലമായി അദ്ദേഹത്തിനുള്ള ഒരു ബന്ധമുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ബിനു കെ സാം ഈ പറയുന്ന നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ അപദാനങ്ങളൊക്കെ പ്രകീർത്തിച്ചിരുന്നു. അപ്പോൾ ഈ അടുത്തത് നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ എന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മൈക്കിൻ്റെ അടുത്തേക്ക് വന്നു, മൈക്ക് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്തും അവതാരകന് നിർത്തിയില്ല, കാരണം അയാൾ കുറെ പഠിച്ചു എഴുതി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പറ്റി പറയുവാൻ. അപ്പോൾ ഈ പറയുന്ന അടുത്തായി സംസാരിക്കാൻ പോകുന്ന ബഹുമാന്യനായ സ്പീക്കറുടെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്നാലും അത് കഴിഞ്ഞ് ആരോഗ്യവകുപ്പ് മന്ത്രി വന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയെ പറ്റി അദ്ദേഹം നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. ഇതെല്ലാം കഴിയുമ്പം സാധാരണ അവതാരകർക്ക് ഈ കൂലി കൊടുക്കാറുണ്ട്. കൂലി എന്ന് പറയുമ്പം സിനിമാ നടികളോ സീരിയൽ നടികളോ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ TV അവതാരകരൊക്കെ വന്നാൽ അവർക്ക് 2000 രൂപ തൊട്ട് മേപ്പോട്ട് വലിയ എമൗണ്ടാണ് കൊടുക്കുന്നത്, ഓരോരുത്തരുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ച്. എന്തായാലും ബിനു കെ സാമിനും സമ്മാനം കിട്ടി. അത് കൃതജ്ഞത പറഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു. കയ്യിലല്ലെന്ന് മാത്രമേ ഉള്ളൂ, കവളത്താണ് കൊടുത്തത്. ഒരു സൈഡിൽ കൃതജ്ഞത നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർക്കുക, ഒരു നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയായ ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഒരു സൈഡിൽ കൃതജ്ഞത നടക്കുമ്പോൾ ബിനു കെ സാമിനെ വിളിച്ച് അടുത്തേക്ക് വരുത്തി പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ഗുണ്ടകളായിരിക്കും എന്നാണ് ഇപ്പം എനിക്കിപ്പോൾ തോന്നിത്തുള്ളൂ. കാരണം ദൂരെ നിന്ന് ഇവരോട് സംസാരിക്കാൻ തോന്നും. എന്നാലും പാർട്ടിയുടെ നേതാക്കന്മാർ, പത്തനംതിട്ട മുനിസിപ്പൽ കൗൺസിൽ ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് ആഭിമുഖ്യമുള്ള ആൾക്കാർ അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ 2 കവിളത്തും താടനം നൽകി എന്നാണ് പുറത്തു വന്ന വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ TV-യിലൊക്കെ വന്നു. പക്ഷേ ഈ ബിനു കെ സാം പറയുന്നത് ഞാൻ പരാതി കൊടുക്കുന്നില്ലെന്ന്. പരാതി കൊടുക്കാത്തതിൻ്റെ കാരണം പോലീസിൽ പരാതി കൊടുത്തൊരു വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവരൊക്കെ പാർട്ടിയുടെ ഉന്നത നിലയിലുള്ളവരാണ്, പാർട്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ വലിയ സ്വാധീനമുള്ളവരാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും ഈ അവതാരകരായി പോകുന്നവരോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ, നിങ്ങളിനി അവതാരകരായി പോവുകയാണെങ്കിൽ അപദാനങ്ങൾ വാഴ്ത്താൻ ശ്രമിക്കരുത്. അടുത്ത ഉദ്ഘാടനമാണ്, അത് ഇന്നാരാണ്, അടുത്തത് സ്വാഗത പ്രസംഗം ഇന്നാരാണ് എന്ന് പറഞ്ഞ് അവരെ വേദിയിലേക്ക് ആനയിക്കുക മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഇന്ന് കിട്ടിയ തട്ട് വളരെ പരസ്യമായിട്ടായിരുന്നു തല്ല് കിട്ടിയത്, വളരെ ചടങ്ങ് നടക്കുന്ന സമയത്തായിരുന്നു നടന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും മേലിലെങ്കിലും ഇങ്ങനെ അപദാനങ്ങൾ വാഴ്ത്താൻ പോകണ്ട. പറയുന്ന കാര്യം നോട്ടീസിൽ എന്താണോ അടിച്ചിരിക്കുന്നത് അത് മാത്രം പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും ഈ ബിനു കെ സാമിനെ പോലുള്ള അവതാരകർക്ക് ഭാവിയിൽ നല്ലതെന്ന് തോന്നുന്നു.
പിന്നെ ചിലപ്പോൾ ഇതിനകത്തൊരു കമ്മീഷൻ, ഇദ്ദേഹം പാർട്ടിക്കോ കൗൺസിലിനോ വല്ലതും പരാതി കൊടുത്താൽ അവരൊരു കമ്മീഷൻ വെക്കും. ആ കമ്മീഷൻ ഈ അടിയുടെ തീവ്രത ഇളക്കാൻ വേണ്ടി ചിലപ്പം ബിനു കെ സാമിനെ വിളിച്ചേക്കാം. അതിന് പോകാതിരിക്കുന്നതായിരിക്കും ബിനു കെ സാമിന് നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും സക്കീർ ഹുസൈൻ്റെ സ്വപ്ന പദ്ധതിയിൽ അടി കിട്ടിയത് ബിനു കെ സാമിനാണെന്ന് മാത്രം. അധ്യാപകനാണ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ അടിയും തൂത്തുകൊണ്ട് വീട്ടിൽ പോയിരിക്കുന്ന ബിനു കെ സാമിനെ ഓർത്ത് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നുന്നു, ദുഃഖം തോന്നുന്നു. ഇനിയും ബിനു കെ സാമിന് ഇത്തരം അവസരങ്ങൾ കിട്ടട്ടെ എന്ന് മാത്രമേ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം അടി കിട്ടി വീട്ടിൽ പോയിരിക്കുന്ന ഒരാളിനെ പറ്റി ഒരു വാക്കെങ്കിലും പറയാൻ, ഒരു പരാതിയെങ്കിലും എഴുതി കൊടുക്കാൻ കഴിയാത്ത ആണത്തമില്ലാത്തവനെന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതാണ് പറയാനുള്ളത്. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.